വളരെ വിചിത്രമായ ഒരു സംഭവം കാണാനിടയായി. ഇവിടെ എറണാകുളത്ത് ഞാൻ അതിൻ്റെ സ്ഥലമൊന്നും പറയുന്നില്ല, ഒരു മാളിൽ ഒരു ഗ്ലാസ് കൊണ്ടുവന്നു. വലിയ ഗ്ലാസ്സുകളാണ്, നല്ല കനമുള്ള വലിയ ഗ്ലാസ് കൊണ്ടുവന്നു. വലിയ ഗ്ലാസ് ഷീറ്റാണ്. അത് ലോറിയിൽ കൊണ്ടുവന്നത്. ഇതിങ്ങനെ ചരിച്ച് ഒരു പിരമിഡ് പോലെ അത് ചരിച്ച് ഇങ്ങനെ വെച്ചേക്കാണ് ലോറിയിൽ. അങ്ങനെ അത് കൊണ്ടുവരാം. ഗ്ലാസ് അങ്ങനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ, ഇല്ലേ ഗ്ലാസ് പൊട്ടിപ്പോകും. പാടെ ഇങ്ങനെ എടുത്ത് വെക്കാൻ ഒക്കത്തില്ല ഗ്ലാസ്. അതുപോലെ ഈ ഗ്ലാസ് പിടിക്കുമ്പോഴും ഉണ്ടല്ലോ, ആ ഷീറ്റ് ഇറക്കുകയാണെങ്കിൽ രണ്ടുപേര് അത് രണ്ട് സൈഡ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് അങ്ങ് ഒടിഞ്ഞു പോകും. ഭയങ്കര വലിയ അപകടവും ഉണ്ടാവും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ചുമട്ട് തൊഴിലാളികളായിട്ടുള്ള സഹോദരങ്ങൾ, അവർക്ക് ജോലി വേണ്ടെന്ന് പറയല്ല, ഇത് അവർക്കെതിരെയും പറയല്ല, അവർക്ക് ചെയ്യാവുന്ന ജോലികൾ അവർക്ക് കൊടുക്കണം എന്ന് തന്നെ ഉള്ള ഒരു പക്ഷക്കാരനാണ് ഞാൻ. പക്ഷെ ചെയ്യാൻ വയ്യാത്ത ചില ജോലികളുണ്ട്, അതിനകത്ത് കയറി ഇവരെ കൊണ്ട് പറ്റാത്ത സ്കിൽഡായിട്ടുള്ള ആളുകൾ ചെയ്യേണ്ട ചില വർക്കുണ്ട്. അതിനകത്ത് കയറി ഇടപെടാൻ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരും. ഒന്ന്, ഈ സാധനം നഷ്ടം വന്നു കഴിഞ്ഞാൽ നഷ്ടം ഞങ്ങളങ്ങ് നികത്തിക്കോളാം, ഇവരങ്ങ് നികത്താമെന്ന് പറഞ്ഞാൽ മതിയോ? ഒരു ഗ്ലാസിന് വില അത് 25,000 രൂപയാണ്. അത് ഉടഞ്ഞു പോയാൽ പൊട്ടിപ്പോയാൽ 25,000 രൂപ അയാൾക്ക് പോവും. അപ്പോൾ അവർ ഇത് കൊണ്ടുവന്നു. നമ്മുടെ ചുമട്ട് തൊഴിലാളി സഹോദരങ്ങൾ അവിടോട്ട് ചെന്നു. അത് സാധനം ഇറക്കാൻ പറ്റിയല്ല, ഞങ്ങളെ ഇറക്കും. ചൊവ്വാഴ്ച വന്ന ലോഡാണ് കേട്ടോ, ഇപ്പോഴും അവിടെ കിടക്കുക, ഇറക്കാൻ സമ്മതിക്കുകയില്ല അവിടെ. ഇത് അപ്പോൾ ഇനി അവർ മറ്റൊരു പോയി ഹൈക്കോടതി പോയി പ്രൊട്ടക്ഷൻ വാങ്ങിക്കണം. അവർ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഇത് സ്കിൽഡായിട്ടുള്ള ആളുകൾ ചെയ്യാനേ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഇത് ഇറക്കാൻ പറ്റുകയില്ല. ഇത് ഇറക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഇതിനൊരു പ്രത്യേകം ഗ്ലാസ് ഹോൾഡ് ചെയ്യുന്ന ഒരു മെക്കാനിസം ഉണ്ട്. അതിന് ഒരു ഇതുണ്ട്. ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ അതിങ്ങനെ പറ്റിച്ച് വെച്ചിട്ട് അത് തിരിച്ച് മുറുക്കുക. അതിൽ പിടിച്ചാൽ ഇറക്കിയാൽ അത് ഇറക്കാൻ പറ്റും. അത് നിങ്ങൾ അങ്ങനെ ഇറക്കിക്കോളൂ. അതൊന്നും പറ്റത്തില്ല, ഞങ്ങൾ ഇത് പലയിടത്തും ഇറക്കുന്നതാ, ഞങ്ങൾ ഇറക്കുന്ന പോലെ ഇറക്കും എന്നാണ് അവർ പറയുന്ന വാശി. എന്നിട്ട് പറയുന്നത് ഇതേ ആദ്യം അവർ പറഞ്ഞു ചിലപ്പോൾ 1-2 ഗ്ലാസ്സൊക്കെ പൊട്ടിപ്പോയെന്നിരിക്കും. കൂളായിട്ട് പറയുക, ഒരു 2 ഗ്ലാസ് പൊട്ടുമെന്ന് പറഞ്ഞാൽ അവൻ്റെ 50,000 രൂപയാണ് പോകുന്നത്. അതൊന്നും ഇവർക്ക് പ്രശ്നമല്ല. അപ്പോൾ ഇത് ഇവർക്ക് തന്നെ വേണം. ഇനി അയാൾ ഹൈക്കോടതി പോയി പ്രൊട്ടക്ഷൻ വാങ്ങിക്കണം. അത് മാത്രമോ, ഇവർ ചെയ്യുന്ന പണി ഈ ലോറിയിൽ നിന്ന് ഇറക്കി താഴെ വെക്കും. അത് മാത്രമാണ് അവർ ചെയ്യുന്നത്. താഴേന്നത് എടുത്ത് മോളിനകത്തേക്ക് അവർ കയറ്റത്തില്ല. ആ പണി അവർക്ക് പറ്റിയല്ല. കാരണം അത് ഇച്ചിരി മെനക്കെടാ, അങ്ങനെ കൊണ്ടുപോകണ്ടേ. ഇത് എവിടുന്ന് എങ്ങനെയെങ്കിലും ഇറക്കി ഇതിന് ചാർലി താഴെ ഇട്ട് പൊട്ടിച്ച് ഇവന് എങ്ങനെ പോയാലും ശരി, അവൻ മുടിഞ്ഞു പോയാലും അവർക്ക് പ്രശ്നമില്ല. ഈ കാഴ്ചപ്പാട് ഇത് തൊഴിലാളികൾക്ക് പറ്റിയ ഒരു കാഴ്ചപ്പാടാണ്? ഒരിക്കലുമല്ല. എനിക്ക് രസകരമായ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത്, മുമ്പ് ഞാൻ അഭിഭാഷകനായിരിക്കുമ്പോൾ, അപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. ഒരാൾ എൻ്റെ അടുത്ത്, ഒരു വ്യവസായിയാണ്, അയാൾ വന്നിട്ട് അയാൾ ഒരു നല്ലൊരു പ്ലൈവുഡ് ഫാക്ടറി അയാൾ അത് നിർമ്മിച്ചു. പ്ലൈവുഡ് ഫാക്ടറി അതിൻ്റെ എല്ലാ ഇറക്ഷനും എല്ലാം കഴിഞ്ഞു, ഇതുമെല്ലാം കഴിഞ്ഞു. ഇതിലേക്ക് ഈ വലിയ ബ്ലേഡ് വേണം കേട്ടോ. അത് ദൂരെ നിന്ന് കൊണ്ടുവരുന്നതാണ് ആ ബ്ലേഡ്. ലോറിയിൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരേണ്ട ബ്ലേഡ്. ആ ബ്ലേഡ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഒരു ബ്ലേഡ് ഏതാണ്ട് ഒരു 100 കിലോ വരെ വെയിറ്റ് വരുന്ന ഒരു സാധനമാണ്. ആ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട പേടിയാവും നമുക്ക്. കാരണം ഇതിന് അടുത്തുപോലും നമുക്ക് എല്ലാം ഒക്കത്തില്ല, അത്ര ഭയങ്കര മൂർച്ചയല്ലേ. അങ്ങനെയുള്ള ബ്ലേഡുകളും കൊണ്ടുവന്നു. ഏതാണ്ട് 12-15 ബ്ലേഡുണ്ട്. അപ്പോൾ അദ്ദേഹം ഇത് ലോറിയിൽ ഇത് കൊണ്ടുവന്നപ്പോൾ ഇത് ഇറക്കണമെങ്കിൽ ഇവിടെ കേരളത്തിൽ അത് ഇറക്കാൻ അറിയാവുന്നവരും അതിന് കഴിവുള്ളവരും ഈ മാപ്പിള കലാസികളെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവർ നമ്മുടെ ബേപ്പൂർ കേന്ദ്രീകരിച്ചാണ്, കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ളവരാണ് മാപ്പിള കലാസികൾ. പണ്ട് നമ്മൾ കണ്ടല്ലോ, ഈ ട്രെയിൻ ഈ കായലിൽ വീണതപ്പോൾ വേറെ ആർക്കും അധികം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം ഈ ബോഗി കരയിലോട്ട് കയറ്റണം. അതിന് മാപ്പിള കലാസികൾ വേണ്ടി വന്നു. അവരാ വന്നേ. അവർക്ക് ഒരുപാട് മെക്കാനിസം ഉണ്ട് ഇതിനൊക്കെ. അവർ വളരെ വളരെ നല്ല രീതിയിലാണ് അവരുടെ പ്രവർത്തനം നടത്തിയത്. അവർ സ്പെഷ്യലി സ്കിൽഡാണ് ഇതിന്, അവർക്ക് കഴിവുണ്ട്. അപ്പോൾ ഇദ്ദേഹം പോയി മാപ്പിള കലാസികളെ കൊണ്ടുവന്നു കേട്ടോ. അവർ കൂടുതലൊന്നും ആളൊന്നുമില്ല, 4 പേരേ ഉള്ളൂ. 4 പേര്. ഇവർ ചുമട്ടുതൊഴിലാളി ഒരു 40 പേരെങ്കിലും ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാം കൂടെ ഇറക്കാമെന്ന് പറഞ്ഞു. സമ്മതിക്കില്ല ഇറക്കാൻ, അല്ലെങ്കിൽ ഇവർ ചെയ്യാൻ സമ്മതിക്കില്ല. ഇവരെ ഇറക്കാൻ പറ്റില്ല, വാശി. അവരാണെങ്കിൽ അവരൊന്നും പറയാതെ അവർ നോക്കിയിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാനായിട്ട് എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു,
ഒരു കാര്യം ചെയ്യും, ഞാൻ ഇവരുടെ നേതാവിനെയൊക്കെ വിളിച്ചു സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, കാര്യം നിങ്ങളൊരു അണ്ടർടേക്കിംഗ് എഴുതി കൊടുക്കണം. ഈ ബ്ലേഡ് ഇറക്കുന്നത്, കാരണം ഇത് അത്രയും മൂർച്ചയുള്ളതും അപകടകരവുമായിട്ടുള്ള ഒരു സാധനമാണ്. അത് ഇറക്കാൻ നിങ്ങൾക്ക് സ്കില്ലില്ല, പക്ഷേ നിങ്ങൾക്ക് ഇറക്കിയേ പറ്റുള്ളൂ. നിങ്ങൾ ഇറക്കിക്കോളൂ, ഞങ്ങൾ സമ്മതിച്ചേക്കാം. പക്ഷേ ഇതുമൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ ഉണ്ടാകാൻ വലിയ സാധ്യതയുണ്ട്. ആ അപകടങ്ങൾക്ക് ഞങ്ങൾ ഉത്തരവാദിയല്ല, ഞാൻ ഉത്തരവാദിയല്ല, അദ്ദേഹം ഉത്തരവാദിയല്ല എന്ന് നിങ്ങൾ എഴുതി കൊടുക്കണം. അത് കാരണം നിങ്ങളുടെ മനസ്സോടുകൂടി വന്ന് ചെയ്യുകയാണ്, നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്ന് പറഞ്ഞ് ഞാൻ ഒരു ലെറ്റർ എഴുതി അങ്ങോട്ട് ഇത് കൊടുത്ത്, ഈ അണ്ടർടേക്കിങ് സമ്മതമാണെങ്കിൽ നിങ്ങൾ ഇറക്കിക്കോ. ആ ശരി, ഞങ്ങൾ സമ്മതമാണ്, എഴുതി ഒപ്പിട്ട് വന്ന് കേട്ടോ. തന്നിട്ട് നേരെ ഞാൻ പറഞ്ഞു ഇറങ്ങിക്കോ. അവസാനം പിന്നെ ഞാൻ അറിയുന്നത് ഇറക്കാനായിട്ട് അങ്ങോട്ട് പോയി ഇതിൻ്റെ അടുത്തോട്ട് കേട്ടോ. ഇതിൻ്റെ അടുത്തോട്ട് പോയി പതുക്കെ അങ്ങോട്ട് ചുറ്റിക്കറങ്ങി ഒക്കെ നിന്നതിന് ശേഷം, ഞങ്ങൾക്കൊണ്ട് പറ്റിയല്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും തന്നാൽ മതി, അതായത് നോക്കുകൂലി ഒന്നും കൊടുക്കുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കിയിരുന്നു, ഇത് കണ്ട് പഠിക്കുക എന്ന് പറഞ്ഞു. ഈ മാപ്പിളക്കരാശികൾ 4 പേരുണ്ടല്ലോ, അവരിങ്ങോട്ട് കയറി, അന്തസ്സായിട്ട് അങ്ങോട്ട് കയറി 15 മിനിറ്റ് കൊണ്ട് ഇത് ഇറക്കി ആ ഫാക്ടറിക്കകത്ത് വെച്ചു, റെഡിയാക്കി കൊടുത്തു. ഇതാണ് ഞാൻ പറഞ്ഞത്. അത് കാരണം എന്താണെന്ന് അറിയാം, അവരതിന് സ്കിൽഡാണ്. സ്കിൽഡായിട്ടുള്ള ആളുകൾ ചെയ്യേണ്ട ജോലി അവർ ചെയ്യട്ടെ. അത് അവർ തിരിച്ചറിഞ്ഞെന്നുള്ളത്, ആ യൂണിയൻകാർ തിരിച്ചറിഞ്ഞെന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുണ്ടായി. കാര്യം എന്തെന്നറിയാം, അവർക്ക് പറ്റുന്നില്ല. ഞാൻ ഇതിന് വഴക്കുണ്ടാക്കാനേ വന്നേ, അല്ലെ നേരെ ഒരു കാര്യം ചെയ്യാൻ അവരെ കൊണ്ട് പറ്റുകയില്ല. പക്ഷേ ഇത് ഇറക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇറക്കാൻ പറ്റത്തില്ല, ഒരു കാരണവശാലും ചെയ്യാൻ ഒക്കത്തില്ല, വലിയ അപകടം പിടിച്ച പണിയാണ്, നിങ്ങളെ കൊണ്ട് പറ്റുകയില്ല പറഞ്ഞപ്പോൾ കേൾക്കുകയില്ല. പക്ഷേ ഇതുമല്ല അണ്ടർടേക്കിങ്ങും ഒക്കെ എഴുതി വാങ്ങിച്ചിട്ട് കയറിക്കോളാം, ചെയ്തോളാം പറഞ്ഞു. ലോറിയിലോട്ട് കയറി ഇതിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി ഇതിനെ ഒന്ന് കറങ്ങി ചുറ്റി കറങ്ങിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പറ്റിയല്ല കേട്ടോ, അവർ ഇറക്കിക്കൊണ്ടെന്ന്. ആ അവർ ഒരു വട്ടക്കെട്ട് കെട്ടി 4 പേര് അങ്ങോട്ട് കയറി അന്തസ്സായിട്ട് 15 ഉരുട്ടുകൊണ്ട് ഇറക്കി വെച്ചു. ഞാൻ പറഞ്ഞത് ഇതുപോലാണ് ഈ ഗ്ലാസിൻ്റെ കാര്യം. ഈ ഗ്ലാസ് പൊട്ടിപ്പോയാൽ ഈ നഷ്ടം ഉണ്ടാകുന്ന അവർക്കാണ്. ആദ്യം പറഞ്ഞു അങ്ങനെയൊക്കെ ചിലപ്പോൾ 2 ഗ്ലാസ് അങ്ങനെ പൊട്ടിന്നിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പൊട്ടാൻ ഒക്കത്തില്ല. അപ്പം നഷ്ടം ഇപ്പോൾ പറയാം, നഷ്ടം ഞങ്ങളങ്ങ് കൊടുത്തോളാം, നഷ്ടം ഉണ്ടായാലെന്ന്. എവിടുന്നിട്ടിട്ട് കൊടുക്കും? ഒരു കാര്യം ചെയ്യും സഹോദരങ്ങളെ, നിങ്ങൾ ആദ്യം ഈ ഗ്ലാസിൻ്റെ വിലയുണ്ടല്ലോ, നിങ്ങൾ എവിടെങ്കിലും ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങളങ്ങ് ഇറക്കിക്കും. ഒരു നഷ്ടം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പൈസ അങ്ങ് തിരിച്ച് കിട്ടിയാൽ പോരെ നിങ്ങൾക്ക്. അപ്പോൾ അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇത് ആ പറഞ്ഞ അയാൾ ഈ സാധനം കൊണ്ടുവന്നവന് എന്തുമാത്രം ബന്ധപ്പെടാമെന്നാലും ചോദിക്കോളൂ. ആ കൊണ്ടുവന്ന വാഹനം അത് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ലോഡ് അവിടെ കിടക്കുകയാണ്. ഇത് നമ്മൾ പലപ്പോഴും നമ്മൾ ഈ കപ്പലിലൊക്കെ നമ്മൾ കാണും, അതിന് ഡെമറേജ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്, അത് കൊടുക്കണം. അങ്ങനെ ഉള്ളപ്പോൾ താമസിക്കാൻ വന്നാൽ നമ്മുടെ കണ്ടെയ്നർ ഇറക്കാൻ താമസം വന്നു കഴിഞ്ഞാൽ അതിന് ഡെമറേജ് കൊടുക്കേണ്ടതായിട്ട് വരും, വലിയ തുകയാണ്. എന്ന് പറഞ്ഞ പോലെ ഈ ലോറിക്ക് ഇതിൻ്റെ വാടക ഇത്രയും വെറുതെ ഇവർ കൊടുക്കണ്ടേ? എന്തിനാണ് ഈ വഴക്കുണ്ടാക്കാൻ പോകുന്നത്? ഏതെങ്കിലും പോത്തി നിങ്ങൾക്ക് കൊക്കുന്ന പണിയെല്ലാം നിങ്ങൾ ചെയ്തോളൂ, പറ്റാത്ത പണികൾ നിങ്ങൾ ചെയ്യാൻ പോകരുത് ഒരിക്കലും. അത് നമുക്ക് നല്ലതല്ല. നമ്മുടെ തൊഴിലിൻ്റെ മാഹാത്മ്യം അതില്ലാതാക്കും.